ഇന്ന് രാജാവിന്റെ കുടുംബാംഗങ്ങൾക്ക് മാത്രമാണ്, അതായത് പന്തളം രാജകുടുംബാംഗങ്ങൾക്ക് മാത്രമാണ് അയ്യനെ കാണാനുള്ള അവസരമുള്ളത്. അതിനുശേഷം ഈ വർഷത്തെ പൂജാതി കർമ്മങ്ങളെല്ലാം തന്നെ, പ്രത്യേകിച്ചും മകരവിളക്ക് പൂജകളെല്ലാം തന്നെ അവസാനിച്ച് ഇന്ന് രാത്രി ഹരിവരാസനം പാടി നടയടച്ചതിന് ശേഷം ഈ വർഷത്തെ അയ്യപ്പ ഭക്തജനങ്ങളുടെ മകരവിളക്ക് ദർശനം പൂർത്തിയായിക്കൊണ്ട് നടയടച്ച് എല്ലാവരും ശബരിമലയിൽ നിന്നും ഇറങ്ങുകയാണ്. ഈ സമയം ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ നീക്കങ്ങൾ തന്നെയാണ് സംസ്ഥാനം നടക്കുന്നത്. ശബരിമല അയ്യന്റെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അയ്യപ്പ ഭക്തജനങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തിലുള്ള അങ്ങോളം ഇങ്ങോളമുള്ള 21 ഇടങ്ങളിലാണ് ED ഇപ്പോൾ ഈ ഒരു നിർണായക നീക്കങ്ങൾ നടത്തിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി വ്യാപക റെയ്ഡുമായി ED. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഴുവൻ പ്രതികളുടെയും വീടുകളിലാണ് ED റെയ്ഡ് ആരംഭിച്ചത്. കേസിലെ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, A പത്മകുമാർ, N വാസു, മുരാരി ബാബു തുടങ്ങിയവരുടെ വീടുകളിലും ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി തുടങ്ങിയവരുടെ അടക്കമുള്ളവരുടെ വീടുകളിലുമാണ് ഇന്ന് വ്യാപക റെയ്ഡ് ആരംഭിച്ചത്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലും പരിശോധന നടക്കുന്നുണ്ട്. ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധന്റെ വീട്ടിലും ED സംഘം റെയ്ഡ് നടത്തുന്നുണ്ട്. തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും ED സംഘം എത്തിയിട്ടുണ്ട്. മുരാരി ബാബുവിന്റെ കോട്ടയത്തെ വീട്ടിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരം വെഞ്ഞാറമൂട് പുളിമാത്തുള്ള വീട്ടിലും N വാസുവിന്റെ പേട്ടയിലെ വീട്ടിലും A പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിലുമാണ് ED റെയ്ഡ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ സാമ്പത്തിക ഇടപാടുകൾ അടക്കമാണ് ED അന്വേഷിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണം ഊർജിതമാക്കി EDയും രംഗത്ത്. നേരത്തെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസടക്കം ചുമത്തി കേസെടുത്ത ED വ്യാപക പരിശോധനയുമായി രംഗത്ത് വന്നിരുന്നു. CPM നേതാക്കളായ A പത്മകുമാറും വാസുവും മുരാരി ബാബുവും അടക്കമുള്ളവരുടെ വസതികളിൽ ED സംഘം പരിശോധനയ്ക്കെത്തി. കേരളവും കർണാടകയും അടക്കം 21 ഇടങ്ങളിലാണ് EDയുടെ പരിശോധന നടക്കുന്നത്. കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്വർണ്ണപ്പാളികൾ ഉരുക്കി കടത്താൻ സഹായിച്ച സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി, കടത്തിയ സ്വർണം വാങ്ങിയ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവർ തമ്മിലുള്ള ഇടപാട് ആദ്യഘട്ടത്തിൽ അന്വേഷിച്ചിരുന്നു. ക്രിമിനൽ കേസുകൾ അന്വേഷിക്കാൻ പോലീസ് FIR രജിസ്റ്റർ ചെയ്തതിന് സമാനമായ നടപടിയാണ് എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട്, അതായത് ECIR എന്ന് പറയുന്നത്. കള്ളപ്പണം എവിടെ നിന്നാണ്, എവിടെ സൂക്ഷിച്ചിരിക്കുന്നു എന്ന ചോദ്യങ്ങൾക്കായി പ്രതികളെ ചോദ്യം ചെയ്യും. റിമാൻഡിലുള്ള ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ A പത്മകുമാർ അടക്കം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പട്ടികയിലുള്ള മുഴുവൻ പ്രതികളെയും ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് ED. കൊച്ചി യൂണിറ്റിലെ അഡീഷണൽ ഡയറക്ടർ രാകേഷ് കുമാറിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. അന്വേഷണത്തിന്റെ വരവിൽ കവിഞ്ഞ സ്വത്ത് കണ്ടെത്തിയാൽ സ്വത്ത് മരവിപ്പിക്കൽ നടപടികളിലേക്ക് ED സംഘം നീങ്ങും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ഇന്ന് സന്നിധാനത്ത് പരിശോധനയ്ക്ക് എത്തിയിട്ടുമുണ്ട്. ഇതിന് പിന്നാലെയാണ് EDയും കളത്തിലിറങ്ങിയത്. കേസിലെ ഗൂഢാലോചനയും സ്വർണം കടത്തിയ രീതിയും സംബന്ധിച്ച കൂടുതൽ വ്യക്തതകൾ വരുത്താനാണ് SIT സംഘത്തിന്റെ സന്ദർശനം. ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ ശ്രീകോവിലിനുള്ളിലും പരിസരത്തും സംഘം വിശദമായ തെളിവെടുപ്പ് നടത്തും. ശബരിമലയിലെ സ്വർണ്ണപ്പാളികളിൽ പരിശോധന നടത്തിയ VSSCയിലെ ശാസ്ത്രജ്ഞരെയും പ്രത്യേക അന്വേഷണ സംഘം ഉടൻ കാണും. ശാസ്ത്രീയ പരിശോധനയിലെ വിവരങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്. 1998 സ്വർണ്ണപ്പാളികളും പിന്നീട് പ്ലേറ്റിംഗ് നടത്തിയതിനു ശേഷമുള്ള പാളികളും തമ്മിൽ പ്രകടമായ വ്യത്യാസം കണ്ടെത്തിയിട്ടുണ്ട്. ഏതു തരത്തിലാണ് അട്ടിമറി നടത്തിയിട്ടുള്ളതെന്നാണ് സംഘം പരിശോധിക്കുക. കഴിഞ്ഞ വർഷം മെയ് 17, 18 തീയതികളിലായിരുന്നു സന്നിധാനത്ത് SIT പാളികളിലെ സാമ്പിൾ എടുത്ത് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പം, കട്ട്ളപ്പാളി, വാജിവാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട അന്വേഷണം എല്ലാ മേഖലകളിലേക്കും വ്യാപിക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. കഴിഞ്ഞ 2 തവണത്തെ പിണറായി സർക്കാരുകൾ, അതിനു മുന്നേയുള്ള VS ഉമ്മൻചാണ്ടി സർക്കാർ എന്നിങ്ങനെ 4 സർക്കാരുകളുടെ കാലയളവിലുള്ള ഭരണസമിതിയുടെ ഇടപാടുകളെ കുറിച്ച് അന്വേഷണം വിപുലീകരിക്കാനാണ് അന്വേഷണ സംഘത്തിന് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പവും കട്ട്ളപ്പാളിയും കൊണ്ടുപോയി സ്വർണം തട്ടിയെടുത്തു എന്ന നിരീക്ഷണമാണ് കോടതി പങ്കുവയ്ക്കുന്നത്. 1998 വിജയ് മല്യയുടെ നേതൃത്വത്തിലുള്ള UP ഗ്രൂപ്പ് ഇതിൽ സ്വർണം പൂശിയത്. 2019 ആദ്യമായി ഇവ പുറത്ത് കൊണ്ടുപോകുന്നത്. അറ്റകുറ്റപ്പണിക്ക് ശേഷം തിരികെ കൊണ്ടുവന്ന സ്വർണം 2025 വീണ്ടും പുറത്തു കൊണ്ടുപോയി. 2 തവണകളായാണ് ദ്വാരപാലക ശില്പവും കട്ട്ളപ്പാളിയും പുറത്തു കൊണ്ടുപോയത്. 2017 പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്തുള്ള കൊടിമരത്തിന്റെ പുനർനിർമ്മാണവും വാജിവാഹനം കൈമാറ്റം ചെയ്ത സംഭവത്തിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാൻ നിർദ്ദേശത്തിലുണ്ട്.
അതുപോലെ PS പ്രശാന്ത് പ്രസിഡന്റായിരുന്ന കാലത്തെയും അന്വേഷണം നടത്തണമെന്നും കോടതി. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിശദമായ വാദം കേൾക്കും. ദ്വാരപാലക ശില്പക്കേസിൽ അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തത് ചൂണ്ടിക്കാട്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യ ഹർജി നൽകിയത്. വിശദമായ വാദം കേട്ട ശേഷം ജാമ്യം അനുവദിക്കുന്ന കാര്യത്തിൽ കോടതി അന്തിമ തീരുമാനമെടുക്കും. നേരത്തെ പോറ്റി നൽകിയ 2 ജാമ്യ ഹർജികളും വിജിലൻസ് കോടതി തള്ളിയിരുന്നു. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S ശ്രീകുമാറിനായുള്ള SITയുടെ കസ്റ്റഡി അപേക്ഷയും ഇന്ന് കോടതി പരിഗണിക്കും. ദേവസ്വം ബോർഡ് മുൻ മെമ്പറും CPM പ്രതിനിധിയുമായ വിജയകുമാറിന്റെ ജാമ്യാപേക്ഷയും കോടതിയുടെ പരിഗണനയിലുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് 5 പേർ കൂടി നിരീക്ഷണത്തിലുണ്ടെന്ന പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട്. ദ്വാരപാലക കേസിൽ 3 പേർ, കട്ടളപ്പാളി കേസിൽ 2 പേരുമാണ് നിരീക്ഷണത്തിലുള്ളത്. ഇവരുടെ പങ്കിനെ കുറിച്ച് വിശദമായി പരിശോധിച്ചു വരികയാണെന്നും നിലവിൽ ശേഖരിച്ച തെളിവുകൾ ഇവർക്കെതിരെയാണെന്നും SIT അറിയിച്ചു. സ്വർണ്ണക്കൊള്ള കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന സൂചന നൽകുന്നതാണ് SITയുടെ ഈ റിപ്പോർട്ട്.